വെനിയ എന്ന കടൽ തീരത്താണ് ഈ ആമ കുടുംബം താമസിക്കുന്നത്. സാമി എന്ന ആമ മുത്തശ്ശൻ തന്റെ കൊച്ചുമക്കളെ കാണാനുള്ള സന്തോഷത്തിലാണ്. അവര് വിരിഞ്ഞിറങ്ങാൻ കുറച്ചു സമയമെടുക്കും. അതുവരെ നമുക്ക് എന്റെ കഥ കേട്ടാലോ എന്ന് മുത്തശ്ശൻ നമ്മളോട് ചോദിക്കുവാണ്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഇതേ കടൽ തീരത്തായിരുന്നു സാമിയും ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും അവസാനം മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയത്. അപ്പോഴേക്ക് സഹോദരങ്ങളെല്ലാം കൂടിന്റെ വെളിയിലെത്തിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇത്തിരി കുഞ്ഞനായ സാമി പുറത്തു കടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവന് വലിപ്പം കുറവായതുകൊണ്ട് ഒറ്റയ്ക്ക് പുറത്തു കടക്കാനായി പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ താഴെ വീണുകൊണ്ടേയിരുന്നു. ഒരുപാട് ശ്രമത്തിന് ശേഷം കൂട്ടിൽ കിടന്ന് എന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തുവെന്ന് സാമി വിളിച്ചു ചോദിച്ചു. അപ്പോതേ വന്നില്ലേ ഒരു കടൽ കാക്ക. ആ കടൽ കാക്ക ഇവനെയും കൊത്തിയെടുത്ത് പറന്നു. ജനിച്ച ഉടൻ തന്നെ തീർന്നു പോയി എന്ന് സാമി കരുതിയിരിക്കണം. പെട്ടെന്നാണ് മറ്റൊരു കുഞ്ഞനാമ വന്ന് ഇവനെ രക്ഷപ്പെടുത്തുന്നത്. അവളുടെ പേരായിരുന്നു ഷെല്ലി. ആദ്യ ദിവസം തന്നെ ഇവര് പരിചയപ്പെട്ടു. ഇവരങ്ങനെ നേരെ താഴേക്ക് വീണു. അവള് മണലിലേക്കും ഇവൻ പൊട്ടിക്കിടന്നൊരു ചങ്ങാടത്തിലേക്കും. അതോടെ അവന്റെ ബോധം പോയി. അവസാനമായി ഇവൻ കാണുന്ന കാഴ്ച നമ്മുടെ ഷെല്ലി ഫ്രണ്ട്സിന്റെ കൂടെ കടലിലേക്ക് പോകുന്നു. പെട്ടെന്നൊരു തിരമാല അവളെ എടുത്തുകൊണ്ട് പോകുന്നു. അന്ന് രാത്രിയില് ഇവനെ രക്ഷപ്പെടുത്താനായി ഷെല്ലി വരുന്നതും അവളെ ഒരു കടൽക്കാക്ക ഉപദ്രവിക്കുന്നതും അവൻ സ്വപ്നം കണ്ടു. പക്ഷെ ഉണർന്നു നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ വന്നടിച്ച ഒരു തിരമാല കാരണം ഈ ചങ്ങാടം കടലിലേക്ക് പോയി. ഇവിടെ വെച്ച് നമ്മുടെ സാമിയുടെ യാത്ര ആരംഭിക്കുവാണ്. അപ്പോ നമ്മൾ സാമിയുടെ കഥ കേട്ടാലോ? കണ്ണു തുറന്നു നോക്കുന്ന നമ്മുടെ സാമി കാണുന്നത് അവനിപ്പോ നടുക്കടലിലാണ്. ചുറ്റും കരയുടെ ഒരു വെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല. ഷടാ ഞാൻ ഇത് എവിടാ എന്ന് പറഞ്ഞ് അവൻ നോക്കുമ്പോ അവന്റെ അടുത്തേക്ക് കുറച്ച് ആമ ചേട്ടന്മാര് വരും. എടാ ഇത്തിരി കുഞ്ഞ, നീ എന്താ ഈ ഒറ്റയ്ക്ക് കറങ്ങി നടക്കുന്നേ? നിനക്ക് ഒറ്റയ്ക്ക് കറങ്ങി നടക്കാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല. ഈ കടലിലുണ്ടല്ലോ ഒരുപാട് ഭീകര ജീവികളുണ്ട്. നിന്നെ അവര് പിടിച്ചു തിന്നും എന്ന് പറഞ്ഞ് ഇവനെ പേടിപ്പിച്ച് അവരങ്ങോട്ട് പോയി. ഏയ് അങ്ങനൊന്നും ഉണ്ടാവില്ല, ആ ചേട്ടന്മാര് ചുമ്മാ പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞ് സാമി കടലിലേക്ക് നോക്കുമ്പോ ഒരു കുഞ്ഞു മീൻ വന്ന് ഇവനെ പിടിക്കാൻ നോക്കും. ഷടാ ഇതിപ്പോ പ്രശ്നമായല്ലോ, ആ കുഞ്ഞു മീൻ വരെ എന്നെ ഉപദ്രവിക്കുവാണല്ലോ എന്ന് പറഞ്ഞ് അവൻ താഴേക്ക് നോക്കുമ്പോ അവര് പറഞ്ഞത് ശരിയായിരുന്നു. ഒരുപാട് വലിയ മത്സ്യങ്ങളെയൊക്കെ സാമി കാണും. അവൻ ആകെ പേടിയായി പോകും. ഇതേ സമയത്ത് ഈ പരിസരത്ത് തന്നെയായിട്ട് റേ എന്ന മറ്റൊരു കടലാമ ഉണ്ടായിരുന്നു. അവനാവട്ടെ മറ്റുള്ള ആമകളുടെ ഭക്ഷണം എടുത്ത് കഴിച്ച് അവരുടെ അടുത്ത് ഇടിയും വാങ്ങി ഇങ്ങനെ പോകുമ്പോഴാണ് സാമിയുടെ ചങ്ങാടത്തിൽ വന്നിടിക്കുന്നത്. എടാ നീ ചങ്ങാടം കൊണ്ട് എന്റെ തലക്കടിച്ചല്ലേ എന്ന് റേ ഇവനോട് ചോദിക്കാണ്. ഏയ് ഞാൻ അടിച്ചതല്ലോ, നീ വന്ന് തട്ടിയതല്ലേ. ബൈ ദ ബൈ നിന്റെ പേരെന്തായെന്ന് റേ ചോദിക്കും. എന്റെ പേര് സാമി, നിന്റെയോ? എന്റെ റേ. ആ എങ്കിൽ പിന്നെ നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? ആ അങ്ങനെ ആവട്ടെ, ഞാൻ ഇതേ അങ്ങോട്ട് കേറി വരുവാണേ. പിന്നെ ഞാനേ ഇന്നലെയാ ജനിച്ചത്. സാമി പറഞ്ഞു, ഞാനും ഇന്നലെയാ ജനിച്ചത്. എന്തായാലും നമ്മൾ ഇനി തൊട്ട് ഫ്രണ്ട്സ് ആണ്, കാരണം നമുക്ക് വേറെ ആരും ഇല്ലല്ലോ. സാമി അവന്റെ കഥകളും പറഞ്ഞു. അങ്ങനെ ഇവര് രണ്ടുപേരും ആ ചങ്ങാടത്തില് കറങ്ങി നടന്ന് ഇപ്പൊ ഏകദേശം 10 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഇവര് രാവിലെ ഒരു മോർണിംഗ് വാക്ക് എന്ന പോലെ കടലിലേക്ക് ഒരു സവാരിക്ക് ഇറങ്ങാറുണ്ട്. ഈ സവാരിക്കിടയിൽ ജെല്ലി ഫിഷുകളെയൊക്കെ പിടിച്ചു തിന്നും. നല്ല കോമഡിയാണ് കേട്ടോ ഇവരുടെ യാത്ര. പിന്നെ റേയെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. അവന്റെ വായ അടഞ്ഞ സമയമില്ല. ഏത് സമയവും എന്തെങ്കിലും സംസാരിച്ചോണ്ടേയിരിക്കും. സാമിക്ക് അത് തന്നെയാണ് റേയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഇവന്റെ കൂടെ നടക്കുമ്പോൾ ഒട്ടും തന്നെ ബോറടിക്കില്ല എന്നാണ് സാമി എല്ലാവരുടെ അടുത്തും പറയാറുള്ളത്. ഇവരങ്ങനെ നല്ല ജോളി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയെല്ലാം പറഞ്ഞ് എന്തിനും ഏതിനും ഒരുമിച്ചുണ്ടായി അങ്ങനെ ജീവിതം കഴിച്ചോണ്ടേയിരുന്നു. കാലം പിന്നെയും ഒരുപാട് കടന്നുപോയി. ഇപ്പോ നമ്മുടെ ആമക്കുഞ്ഞന്മാര് അത്ര കുഞ്ഞുങ്ങളൊന്നുമല്ല കേട്ടോ, അവര് വളർന്ന് വലുതായി. അങ്ങനെ ഒരിടയ്ക്ക് നമ്മുടെ റേ ചോദിക്കും, എടാ എനിക്കുണ്ടല്ലോ താഴെ ഒരു നീരാളി പെണ്ണിനെ ഇഷ്ടമായി. ഞാൻ പിന്നെ ചോക്ലേറ്റ് ബോയ് ആയതുകൊണ്ട് ഒരുപാട് പെൺപിള്ളേർ എന്റെ പിറകെ ഉണ്ടല്ലോ. നിനക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ ഇതുവരെ എന്ന് ചോദിക്കാണ്. അന്നേരം മടിച്ച് നമ്മുടെ സാമി ഷെല്ലിയുടെ കാര്യം പറയും. എടാ നീ ജനിച്ച് പിറ്റേ ദിവസം ഞാൻ നിന്നെ കണ്ടുമുട്ടി. പിന്നെ നിനക്കെപ്പോഴായിരുന്നടാ ഈ ഷെല്ലിയുമായിട്ട് പ്രണയം? ഞാൻ ജനിച്ച അന്ന് തന്നെയായിരുന്നുണ്ട്. സാമി മറുപടിയും പറയുന്നുണ്ട്. അങ്ങനെ ഷെല്ലിയുടെ കഥയെല്ലാം തന്നെ സാമി പറഞ്ഞു കൊടുത്തു. ഈ കഥയ്ക്കിടയിൽ ഇവര് തിമിംഗല മുത്തശ്ശന്റെ പുറത്താ കയറിയിരിക്കുന്നത്. അവരാണെങ്കിൽ ഇവരെ വാട്ടർഫോൾ കയറ്റി വിട്ടു. പിന്നെ ഈ ഒരുപാട് വർഷങ്ങൾ കഴിയും. അങ്ങനെ ഇവര് വലുതായി. ഒരു ദിവസം രാത്രിയില് ഇവരുടെ ഈ ചങ്ങാടത്തില് ഒരു എണ്ണക്കപ്പൽ വന്നിടിക്കുന്നുണ്ട് കേട്ടോ. ഈ എണ്ണക്കപ്പൽ കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചോടനെ അതിന്റെ ഫോഴ്സില് ഇവര് നേരെ ഒരു പാറയിലും പോയി ഇടിച്ചു. ഇവരത് അത്ര കാര്യമാക്കി എടുക്കുന്നൊന്നുമില്ല. അവിടെ തന്നെ കിടന്നുറങ്ങുവാണ്. രാവിലെ നമ്മുടെ സാമി എണീക്കുന്നത് ഷെല്ലിയെ സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു. അപ്പോഴാണ് റേ വിളിച്ചുണർത്തുന്നത്. എടാ മൂട്ടില് വെയിലടിച്ചടാ, നീ വേഗം ഒന്ന് ഉണർന്നേ, ഞാനേ എന്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് റേ അവനെയും കൂട്ടിക്കൊണ്ടുപോകും. കുറച്ച് ആഴക്കടലിലാണ് എന്റെ ഫ്രണ്ട് ഉള്ളത്.
റേ പറയുന്നത് മറ്റാരെയായിരുന്നില്ല, ഒരു നീരാളി മുത്തശ്ശനെ പറ്റിയായിരുന്നു. അവന്റെ പേരായിരുന്നു സ്കിന്നി. എടാ വാട മക്കളെ, ആ റേ ഇതാണോ നീ പറഞ്ഞ നിന്റെ സുഹൃത്ത് എന്നല്ല സ്കിന്നി പറയുന്നു. എടാ നിങ്ങൾ ഈ കടലിന്റെ മുകൾ ഭാഗം മാത്രം കണ്ടിട്ടേ കടല് സുന്ദരമാണെന്ന് പറയാതെ കടലിന് ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ടെന്നല്ല സ്കിന്നി പറയുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് കറുത്ത നിറത്തിൽ എന്തോ വന്നു വീഴും. മക്കളെ വേഗം വാ എന്ന് പറഞ്ഞ് നമ്മുടെ സ്കിന്നി അവരെ എടുത്തോണ്ട് ഒരു മൂലയിൽ ഒളിച്ചിരിക്കും. ആ കപ്പല് പോയ ഇങ്ങനെ ഈ കറുത്ത നിറത്തിലെ പൊടി ഇവിടെ വന്ന് നിറയും. പിന്നെ ഇവിടെ ആകെ മൊത്തം നമുക്ക് ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ, ആകെ മലിനായി പോകും. ഇത് കാരണമാണ് കടൽ ആകെ ചീത്തയായി പോകുന്നതെന്ന് സ്കിന്നി പറയുന്നു. അപ്പോഴാണ് സാമിക്ക് ആ കപ്പലിന്റെ കാര്യം ഓർമ്മ വരുന്നത്. അവൻ അതേപറ്റി റേയോട് സംസാരിക്കും. മനുഷ്യന്മാരെ എന്തൊരു ക്രൂരന്മാരാണല്ലേ, അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് അവര് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുവരും സംസാരിക്കും. പിന്നെയും ഒരുപാട് കാലം കഴിയും. നമ്മുടെ ആമക്കുഞ്ഞുങ്ങള് വല്ലാണ്ട് വളർന്നു വലുതാവും. ഇപ്പൊ അവർക്ക് ആ കുഞ്ഞു ചങ്ങാട കഷ്ണത്തില് ഒന്നിച്ചിരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് അതിലിരിക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഒരു ദിവസം ഇതിനു വേണ്ടി രണ്ടുപേരും കൂടെ അടിയാവും. അവസാനം ആ ചങ്ങാടം പീസായി കഷ്ണങ്ങളാവും. അങ്ങനെ അവരുടെ വീടും ഇല്ലാതാവും. ഇനി തൊട്ട് നമുക്ക് താഴെ ആയിരിക്കാം എന്നിവർ പറഞ്ഞ് കടലിലേക്ക് ഇറങ്ങുമ്പോഴേക്ക് രണ്ടുപേരും രണ്ട് മീൻ വലയിൽ അങ്ങോട്ട് കുടുങ്ങും. നമ്മുടെ സാമിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് റേ കുടുങ്ങുന്നത്. ഈ രണ്ട് മീൻ വലയും രണ്ട് കപ്പലുകാരുടേതാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ സാമിയും റേയും കൂടെ വേർപിരിയാണ്. ഇവിടെ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമത്തിനിടയില് നമ്മുടെ സാമി ആണെങ്കിൽ ഇവിടെ ഒരു ബക്കറ്റ് കടന്നിരുന്നു. അതിന്റെ ഇടയിൽ അങ്ങോട്ട് അകപ്പെടും. പുറത്ത് കടക്കാനും പറ്റില്ല. ഈ രണ്ട് കപ്പലും രണ്ട് വഴിയിൽ പോകും. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് സാമിയെ ആ കപ്പലിലുള്ള ആള് കാണുന്നത്. അവനപ്പോഴേക്ക് ബോധം പോയിട്ടുണ്ടായിരുന്നു. അയാൾ അവനെ എടുത്ത് നേരെ കടലിലേക്ക് എറിയും. അവൻ കടലിന്റെ അടിത്തട്ടിൽ പോയി വീഴും. അപ്പോഴാണ് ഒരു ഡോൾഫിൻ ചേച്ചി അതുവഴി വരുന്നത്. അത് വന്ന് നമ്മുടെ സാമിയെ പൊക്കി എണീപ്പിക്കും. എന്നിട്ട് അവനെ നല്ല പോലെ ആക്കി അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പറത്തിവിടും. ഇപ്പോ നമ്മുടെ സാമി ഉള്ളത് ഒരു തീരത്തിന്റെ അടുത്തായിരുന്നു. എങ്ങനെയെങ്കിലും കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി. അവൻ ആ തീരത്ത് പോയി അടിഞ്ഞു കിടക്കും. അന്ന് രാത്രിയില് ആ പരിസരത്തുണ്ടായിരുന്ന നാടോടികള് ഇവനെ കാണും. അവരുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായി അവനെ പിടിച്ചോണ്ട് പോകും. അങ്ങനെ അവരവന് ഭക്ഷണമൊക്കെ കൊടുക്കും. അവരുടെ പൂച്ചയായിരുന്നു ഫ്ലഫി. ഫ്ലഫി ആവട്ടെ ഇവനെ ഓരോന്ന് പറഞ്ഞ് തിരിപ്പിക്കുവാണ്. ഈ മനുഷ്യന്മാര് ഭയങ്കര ക്രൂരന്മാരാണ്, നിന്നെ പൊരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു പൂച്ച അവനെ പേടിപ്പിക്കും. പക്ഷെ ഈ നാടോടികൾ നമ്മുടെ സാമിക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ടായിരുന്നു. ഒരമ്മയും അച്ഛനും കുഞ്ഞും അടങ്ങുന്നതായിരുന്നു ആ നാടോടി കുടുംബം. അവർക്ക് മൃഗങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഫ്ലഫിക്ക് ഭയങ്കര പൊസസീവ്നെസ് ആണ്. അതുകൊണ്ട് സാമി ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫ്ലഫി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഇടയ്ക്ക് ഈ നാടോടികൾ നമ്മുടെ സാമിയെ മെയ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു പെൺ ആമയെ അവിടെ കൊണ്ടുവന്നിടും. അവളുടെ പേരായിരുന്നു വെറ. വെറയ്ക്ക് ഒരുപാട് പ്രായമുണ്ട്. എടാ കൊച്ചെറുക്ക, നീ എന്നെ അമ്മ എന്ന് വിളിച്ചാൽ മതി. പിന്നെ ആ പീറ പൂച്ച പറയുന്നത് കേട്ട് നീ പേടിക്കൊന്നും വേണ്ട. മനുഷ്യന്മാരിലും നല്ല ആൾക്കാരുണ്ട്. ഇവരെ നല്ല ആൾക്കാരാ. ഇവരെ എനിക്ക് കുറെ കാലം കൊണ്ട് അറിയാം എന്നെല്ലാം നമ്മുടെ വെറവിന് പറഞ്ഞു കൊടുക്കാണ്. പക്ഷെ ഫ്ലഫി എപ്പോഴും നമ്മുടെ സാമിയെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഓരോന്ന് പറഞ്ഞ് അവനെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ സാമിയും വെറയും കൂടെ മെയ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ നാടോടി കുടുംബത്തിന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ വെറയെ ഇവിടെ നിന്ന് തിരിച്ച് കടലിലേക്ക് വിടാൻ തന്നെ അവര് തീരുമാനിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സാമി ആവട്ടെ ഈ കുടുംബത്തോടൊപ്പം നല്ല സെറ്റും ആയിട്ടുണ്ടായിരുന്നു. വെറയുമായിട്ട് നമ്മുടെ സാമി ഗുഡ് ബൈ പറഞ്ഞു. എടാ അവളൊരു തള്ളയാണ്, അതുകൊണ്ട് അവളെ സൂപ്പ് വെക്കാൻ പറ്റില്ല. നിനക്ക് ഫുഡൊക്കെ തന്ന് നിനക്ക് ഇറച്ചിയൊക്കെ ആവുമ്പോൾ നിന്നെ സൂപ്പ് വെക്കാനാ അവരുടെ ഉദ്ദേശം എന്ന് ഫ്ലഫി ഇവനെ പറഞ്ഞ് പേടിപ്പിക്കും. അന്ന് രാത്രിയിലെ പോലീസ് വന്ന് നാടോടികളെ ഇവിടെ നിന്ന് ഓടിക്കും. എടാ നീ ഞങ്ങളുടെ കൂടെ വരണ്ട, നിനക്ക് അപകടമായെന്ന് പറഞ്ഞ് ഫ്ലഫി അവനെ അവിടെ തന്നെ ഇരുത്തും. അങ്ങനെ ഈ നാടോടി കുടുംബം അവിടെ നിന്ന് പോകും. നമ്മുടെ സാമി ആവട്ടെ ഇവിടെ ഒറ്റയ്ക്കാവുകയും ചെയ്യും. ആദ്യമൊക്കെ ഇവരുടെ നിന്ന് ഫുഡൊക്കെ കിട്ടി അത് ശീലിച്ചിട്ടുണ്ടായിരുന്ന സാമിക്ക് ഇവിടെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് അവൻ അവിടെ നിന്നും ഇവിടെ നിന്നും ഫുഡൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങും. പിന്നീട് ഫുഡ് കിട്ടാതാവുമ്പോൾ അവൻ തിരിച്ച് കടലിലേക്ക് പോവാൻ തന്നെ തീരുമാനിക്കും. അവൻ കണ്ട ആ ബ്യൂട്ടിഫുൾ ആയ കടലായിരുന്നില്ല ഇപ്പോൾ അത്. ഫുള്ള് മാലിന്യമൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പെട്ടെന്ന് അവിടെ കുറച്ച് പ്ലാസ്റ്റിക് പറക്കുന്നുണ്ടാവും. അതില് ഒരു കവറ് നമ്മുടെ സാമിയുടെ മുഖത്ത് വന്നടിയും. അവന് ആകെ മൊത്തം ശ്വാസം മുട്ടും. അവൻ കടലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് വെറ വന്ന് ഇവനെ രക്ഷപ്പെടുത്തും. അങ്ങനെ ഇവനാകെ അവശ നിലയിലാണെന്ന് കണ്ട് വെറ ഇവനെ താഴേക്ക് കൂട്ടിക്കൊണ്ടുപോകും അവള് താമസിക്കുന്ന സ്ഥലത്തേക്ക്. അവിടെ നിന്ന് ഫുഡെല്ലാം എടുത്തു കൊടുക്കും. അപ്പോഴാണ് ഒരു സ്രാവ് ഒരു ആമക്കുഞ്ഞിനെ ഇങ്ങനെ വേട്ടയാടുന്നത് ഇവര് കാണുന്നത്. സാമി ഉടനെ പോയി ആ ആമക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തും. ഇവര് രണ്ടുപേരും കൂടെ സ്രാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വമ്പൻ സ്പീഡിൽ പോയി ഇപ്പൊ ഒരു പാറക്കെട്ടിന്റെ ഉള്ളിലെല്ലാം ഒളിച്ചിരിക്കും.
അപ്പോഴാണ് നമ്മുടെ വിറച്ചേച്ചി അവിടെ വരുന്നത്. എടാ നീയെ തരത്തിനൊട്ട് പോയി കളിക്കടാ, നിനക്ക് കുറച്ച് മസിലുണ്ടെന്നും കരുതിയിട്ട് ഈ കുഞ്ഞന്മാരെയല്ല ഉപദ്രവിക്കേണ്ടതെന്ന് പറയുമ്പോൾ നാണം കെട്ട സ്രാവ് അവിടെ നിന്ന് പോകും. എടാ മക്കളെ, നിങ്ങൾ ഇനി ഒന്നിച്ചിരിക്കുക, ഞാൻ എന്തായാലും പോവാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് വേറെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് സാമി ആ ആമക്കുഞ്ഞിനെ നോക്കുന്നത്. നോക്കുമ്പോൾ അതാരാ, നമ്മുടെ ഷെല്ലിയായിരുന്നു. ഷെല്ലിക്കും നമ്മുടെ സാമി അങ്ങോട്ട് മനസ്സിലാവും. സാമിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ലോകം ചുറ്റി സഞ്ചരിക്കുക എന്നുള്ളത്. നിനക്കതിന് താല്പര്യമുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഷെല്ലിയും ഓക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഈ ലോകം ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ ലോകം ചുറ്റി സഞ്ചരിക്കാനായിട്ട് ഒരു കുറുക്ക് വഴിയുണ്ട്, നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ സാമി ആദ്യം കടലിന്റെ അടിയിലുള്ള കുറെ കാഴ്ചകൾ അവൻ അറിയാവുന്നത് അവളെ കാണിച്ചു കൊടുക്കും. കാരണം അവനിപ്പോ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങളെ പറ്റി അറിയാലോ, കുറെ കാലമായാലോ ഈ നടപ്പ് തുടങ്ങിയിട്ട്. അങ്ങനെ ആ കുറുക്ക് വഴിയെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഇവരൊരുപാട് മൃഗങ്ങളോട് സഹായം ചോദിക്കും. പക്ഷെ അങ്ങനെ ആർക്കും അറിയില്ല. ഇവരങ്ങനെ പോയി അവസാനം നമ്മുടെ തിമിംഗല മുത്തശ്ശന്റെ അടുത്ത് വരെ എത്തും. അന്നേരം മുത്തശ്ശൻ പറയും, നിങ്ങൾക്ക് കാണാനുള്ള ലോകത്തിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിലാണ്, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണമെന്ന്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അവര് അവരുടെ യാത്ര ആരംഭിക്കും. പോയി ഇവരിപ്പോ ഒരു കനാല് പോലുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് വെച്ച് ഇവർ ഇത്രയും നാള് കടലിനടിയിലുള്ള ആളുകളെ, ജീവജാലങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇവിടെ വെച്ച് അവർ വേറെയും കുറെ ആളുകളെ പരിചയപ്പെടുന്നുണ്ട്. മറ്റാരുമല്ല, അന്ന് ആദ്യമായിട്ട് ഇവര് പരുന്തിനെ കാണും, പാമ്പിനെ കാണും, മുതലയെ കാണും. ഇതെല്ലാം കണ്ട് ഇവർക്ക് ആകെ മൊത്തം അതിശയം, പിന്നെ കുറെ സന്തോഷം ഉണ്ടാവുന്ന നിമിഷങ്ങൾ ഇവർക്കുണ്ടായി, പേടിപ്പെടുത്തുന്ന നിമിഷങ്ങളും ഉണ്ടായി. കാരണം ഇവർ എത്തിപ്പെടുന്നത് പിരാന കൂട്ടത്തിന്റെ ഇടയിലായിരുന്നു. അതിങ്ങള് ഇവരെ വളഞ്ഞു. ഇവര് ശരിക്കും പേടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ പരുന്ത് വന്ന് നമ്മുടെ സാമിയെ കൊത്തിയെടുത്തോണ്ട് നേരെ അതിന്റെ കൂട്ടിൽ കൊണ്ടുവന്നിടും. എന്നിട്ട് അതിന്റെ കുഞ്ഞുങ്ങളോട് കഴിച്ചോളാൻ പറയും. സാമി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും, പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. പെട്ടെന്നാണ് ഈ മരം വെട്ടാനായിട്ട് ആളുകൾ വരുന്നത്. പരുന്ത് കുഞ്ഞുങ്ങളെയും പൊക്കിയെടുത്ത് ഇവിടെ നിന്ന് പറക്കും. ആ മരം വെട്ടിയതോട് കൂടിയിട്ട് നമ്മുടെ സാമി നേരെ താഴേക്ക് വീഴും. അങ്ങനെ ഷെല്ലിയോട് കൂടി ചേരും. അങ്ങനെ പിരിഞ്ഞുപോയവര് വീണ്ടും ഒന്നാകുവാണ്. അന്നേരം സാമി പറഞ്ഞു, എടാ നമുക്കുണ്ടല്ലോ കപ്പല് വഴി ഈ ലോകം ചുറ്റി സഞ്ചരിക്കാം, അപ്പുറത്ത് മനുഷ്യന്മാരുടെ കപ്പലുണ്ട്, നമുക്ക് അവിടെ പോകാമെന്ന്. അങ്ങനെ ആ ഭാഗത്തേക്ക് ഇവര് ചെന്നെത്തുവാണ്. പക്ഷേ ഈ കപ്പൽ ഭയങ്കര ഫോഴ്സിലാണ് പോവുക. അതുകൊണ്ട് തന്നെ താഴെ അതിന്റെ ഫാൻ കറങ്ങുന്ന ആ ഭാഗത്തേക്ക് ഇവരെത്തിയപ്പോൾ നമ്മുടെ ഷെല്ലി ആവട്ടെ ആ ഫാനിന്റെ ഇടയിൽ അങ്ങോട്ട് ചെന്ന് കുടുങ്ങും. അവളെ രക്ഷപ്പെടുത്താനായിട്ട് സാമി ഒരുപാട് ശ്രമിക്കും. പക്ഷെ അവൻ അവിടെ എത്താനും പറ്റില്ല. ഫാനിന്റെ ഫോഴ്സ് കാരണം ഇവൻ വേറൊരു ഡയറക്ഷനിൽ തെറിച്ചും പോവും. അങ്ങനെ വീണ്ടും അവിടെ വെച്ച് നമ്മുടെ സാമിയും ഷെല്ലിയും കൂടെ വേർപിരിയാണ്. ശരിക്കും നല്ല സങ്കടം ഉണ്ടാവട്ടെ ഈ ഒരു സീൻ നമുക്ക് കാണുമ്പോൾ. അവരുടെ ആ സംസാരമൊക്കെ കേട്ട് പിന്നീട് അങ്ങനെ കുറെ കാലം നമ്മുടെ സാമി ഷെല്ലിയെ തിരക്കി നടക്കും. പിന്നീട് അവളെ നഷ്ടമായി എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അവൻ ഫുള്ള് സാഡ് മൂഡിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ സാമി ഒരു ആമ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കണ്ടുമുട്ടുകയാണ്. അവരിവന്റെ അടുത്ത് പറഞ്ഞു, എടാ മോനെ നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്നേ? സാമി അവന്റെ കഥ മുഴുവൻ അവരോട് പറഞ്ഞു. എടാ ഇതുപോലെ ഒരു പെണ്ണാമ ഇതുവഴി പാസ് ചെയ്ത് പോയിരുന്നു, അവളുടെ കൂട്ടുകാരനെ കാണാതായെന്നാ അവള് പറഞ്ഞേ. ചിലപ്പോ അത് നിന്റെ ഷെല്ലി ആയിരിക്കും എന്ന് ഇവര് പറയുമ്പോ, ആണോ എന്റെ ഷെല്ലി ഇപ്പോഴും ഉണ്ടോ എന്നെല്ലാം പറഞ്ഞ് ഇവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മുടെ സാമി വീണ്ടും ഷെല്ലി അന്വേഷിച്ച് പോവാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ വീണ്ടും ലോകം ചുറ്റാനായിട്ട് തുടങ്ങും. ഒരു ദിവസം ഇവൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു കപ്പൽ അവന്റെ അടുത്തുകൂടെ പാസ് ചെയ്യും. അതിനകത്ത് നിന്ന് ഒരു ചീത്ത ഫ്രിഡ്ജ് അവര് താഴേക്ക് വേസ്റ്റ് ആയിട്ടിടും. പിന്നീട് നമ്മുടെ സാമിയുടെ യാത്ര ഈ ഒരു വേസ്റ്റ് ഫ്രിഡ്ജിന്റെ പൊക്കത്ത് കിടന്നിട്ടായിരുന്നു. ആ യാത്രക്കിടയിൽ ഇവനൊരു കടൽ കാക്കയെ കാണും. അവൻ അവന്റെ കഥ മുഴുവൻ ആ കടൽ കാക്കയോടും പറയും. കടൽ കാക്കയാവട്ടെ, ഇതുപോലൊരു പെണ്ണാമയെ ഞാൻ കണ്ടിരുന്നു, എനിക്ക് തോന്നുന്നത് അവള് തന്നെയാണ് നീ അന്വേഷിച്ച് നടക്കുന്ന ഷെല്ലി എന്നാണ്. അവൾക്കും അവളുടെ കൂട്ടുകാരനെ നഷ്ടപ്പെട്ടു, ഈ ലോകം ചുറ്റി സഞ്ചരിക്കാനാണ് ഇഷ്ടം എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. കടൽ കാക്ക അവിടെ നിന്ന് പോയി. ഇവന്റെ യാത്ര പിന്നെയും തുടർന്നു. ഒരുപാട് മഴയും മഞ്ഞും എല്ലാം കൊണ്ട് ഇവനിപ്പോ എത്തിയിരിക്കുന്നത് അങ്ങ് അന്റാർട്ടിക്കയിലാണ്. അവിടെ നിന്നാകെ തണുത്തുറങ്ങിയിരിക്കുമ്പോൾ ഇവനെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ തിമിംഗല മുത്തശ്ശൻ വരും. അങ്ങനെ തിമിംഗല മുത്തശ്ശനെ രക്ഷപ്പെടുത്തുമ്പോഴേക്ക് തിമിംഗലത്തെ പിടിക്കാനായിട്ടുള്ള ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് പോലീസുകാരും അവിടേക്ക് വരും. അങ്ങനെ ആ തിമിംഗല പിടുത്തക്കാരെ പോലീസുകാർ തടയും, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോഴാണ് സാമിയെ ആ പോലീസുകാർ കാണുന്നത്. ഈ ആമ ഇവിടെ ഉണ്ടാവേണ്ടതല്ലോ എന്ന് പറഞ്ഞ് അവനെയും ഇവരെ രക്ഷപ്പെടുത്തും. എന്നിട്ട് തൽക്കാലത്തേക്ക് ഇവന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കും. അവിടെ നമ്മുടെ ഷെല്ലി ഉണ്ടെന്ന് നമ്മുടെ സാമി മനസ്സിലാക്കും. അവൾക്കും എന്തോ അപകടം പറ്റി അവൾ ഇവിടെ പെട്ടുപോയതാണ്.
സാമിക്ക് അവിടെ എങ്ങനെയെങ്കിലും ഷെല്ലിയുടെ അടുത്ത് എത്തിയാൽ മതി എന്നായിരുന്നു. ഈ മൃഗങ്ങളെ എല്ലാവരെയും അവിടെയുള്ള ഒരു റെസ്ക്യൂ സെന്ററിലേക്കാണ് ആക്കുന്നത്. അന്നേരം ഷെല്ലിയെ കാണുമ്പോൾ അവനും പുറത്തിറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഷെല്ലി ഇപ്പോഴല്ല, കുറച്ച് കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ടേക്ക് കെയർ എല്ലാം കഴിഞ്ഞ് അവളിപ്പോ ഏകദേശം ഓക്കെ ആയ മട്ടിലാണ്. സാമിക്കാണ് ഇപ്പൊ ഒട്ടും പറ്റാത്തത്. അങ്ങനെ ആനിമൽ റെസ്ക്യൂ സെന്ററിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവൻ മറ്റൊരു ആമയെ കാണും. ആദ്യം അവൻ അത് ഷെല്ലിയാണെന്നാ വിചാരിക്കുക, പക്ഷെ അത് ഷെല്ലിയല്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ ഒരു മറൈൻ ആനിമൽ റെസ്ക്യൂ സെന്ററിൽ എത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ സാമി അവിടെ വെച്ച് ഫ്ലഫിയെ മീറ്റ് ചെയ്യും. എടാ നീ എന്താ ഇവിടെ എന്ന് സാമി ചോദിക്കുമ്പോൾ, നീ എന്ന് കണ്ട ആ കുടുംബം ഇല്ലേ, അതിലെ ആ ലേഡി സ്നോ, അവള് ഇവിടുത്തെ ഡോക്ടറാണെന്ന് ഫ്ലഫി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അന്നിവൻ ഒരുപാട് നുണ പറഞ്ഞ കാര്യമൊക്കെ ഫ്ലഫി എന്നെ സമ്മതിക്കും. അപ്പോഴാണ് ഇവിടെയുള്ള ആളുകള് കെയറിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഷെല്ലിയെ കടലിലേക്ക് ഇറക്കി വിടുന്നത് സാമി കാണുന്നത്. സാമിക്ക് എങ്ങനെയെങ്കിലും പുറത്തെത്തിയാൽ മതിയെന്നായി. അപ്പൊ സ്നോ അവിടെ വരും. എടാ മോനെ, നിനക്ക് കുറച്ചുകൂടെ കെയറിങ്ങിന്റെ ആവശ്യമുണ്ട്, അത് കഴിഞ്ഞ് നിന്നെ ഞാൻ തന്നെ പുറത്തിറക്കി വിടാമെന്ന് പറയുമ്പോൾ അവൻ അതിന് സമ്മതം കൊടുക്കും. അങ്ങനെ വീണ്ടും കുറേ കെയറിങ്ങിനെല്ലാം ശേഷം നമ്മുടെ സ്നോ തന്നെ നമ്മുടെ സാമിയെ ഇവിടെ നിന്ന് നേരെ കടലിലേക്ക് ഇറക്കി വിടുകയാണ്. താഴെ എത്തിയ ഉടനെ തന്നെ നമ്മുടെ സാമി ഷെല്ലിയെ തിരക്കി നടപ്പായി. വീണ്ടും അവന്റെ തിരക്കിൽ ആരംഭിച്ചു. അപ്പോഴാണ് രണ്ട് ആമക്കുഞ്ഞന്മാര് അവിടെ ഒരു ആമ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അത് ഷെല്ലിയാകും എന്ന് പറഞ്ഞ് നമ്മുടെ സാമി അവിടെ പോയി നോക്കുമ്പോ അതാരാ? നമ്മുടെ റേ. കുറെ കാലത്തിന് ശേഷം അങ്ങനെ റേയും സാമിയും കൂടെ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അവനിപ്പോ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു. ആ കണ്ടെയ്നർ ഒരു മീൻ വലയുടെ അകത്ത് ആകെ മൊത്തം കയറെല്ലാം വെച്ച് കെട്ടിപ്പൂട്ടിയ അവസ്ഥയിലാണ്. ഇവനാണെങ്കിൽ അതിനകത്ത് കിടന്ന് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ആമക്കുഞ്ഞന്മാരും നമ്മുടെ സാമിയും കൂടെ കണ്ടെയ്നറിന്റെ ആ ഒരു കയറ് പൊട്ടിച്ച് ഇവനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഒരു ലൂപ്പ് നമ്മുടെ സാമി കണ്ടുപിടിക്കുന്നുണ്ട്. ആ കയറിന്റെ ആ ഭാഗം ഇച്ചിരി ദ്രവിച്ചിരിക്കുന്നത് കൊണ്ട് അത് പൊട്ടാൻ എളുപ്പമായിരുന്നു. അങ്ങനെ ആ കണ്ടെയ്നർ തുറന്നു വിട്ട് നമ്മുടെ റേയെ ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് രക്ഷപ്പെടുത്തും. അങ്ങനെ റേയുമായിട്ട് കൂടി ചേർന്ന് നമ്മുടെ സാമി ഭയങ്കര ഹാപ്പിയാണ്. കാരണം ചങ്കും അല്ലേ. അങ്ങനെ റേ അവന്റെ പുതിയ വിശേഷങ്ങളെല്ലാം സാമിയോട് പറഞ്ഞു കൊടുക്കാണ്. ഞാനൊരു കല്യാണം കഴിച്ചു, എനിക്ക് കുഞ്ഞുങ്ങളായി, നിന്റെ കാര്യങ്ങൾ എന്തായി? ഷെല്ലിയൊത്തുള്ള യാത്രയെ പറ്റി സാമിയും പറഞ്ഞു കൊടുത്തു. ഇപ്പോ ഷെല്ലി മിസ്സിംഗ് ആണെന്നും പറഞ്ഞു കൊടുത്തു. റേ ആവട്ടെ അവനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ വെച്ച് റേ തന്റെ ഭാര്യയെ സാമിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ സംസാരം എല്ലാം കഴിഞ്ഞ് നമ്മുടെ റേയുടെ ഭാര്യയുടെ അടുത്ത് സാമി കാര്യങ്ങളെല്ലാം പറയുമ്പോൾ, എടാ ഇവിടേക്ക് ഷെല്ലി എന്ന് പേരുള്ള ഒരു ആമ വന്നിട്ടുണ്ട്, അവളിതേ ആ കാണുന്ന തകർന്ന കപ്പലിൽ തന്നെ കിടക്കുന്നുണ്ട്, നീ ഒന്ന് പോയി നോക്കിയേ. അവിടെ ആവട്ടെ ഒരുപാട് പ്രപ്പോസിങ് സീൻസും മീറ്റിംഗ് സീൻസും എല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ്, അതൊക്കെ ശ്രദ്ധിക്കണേ എന്ന് ഇവർ പറഞ്ഞു കൊടുക്കാണ്. പോകുന്ന വഴിയില് നമ്മുടെ സാമി ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് കുറച്ച് ആമകൾ മെയ്റ്റ് ചെയ്യുന്നു, വേറെ സ്ഥലത്ത് ആമകൾ പ്രപ്പോസ് ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് ഇച്ചിരി ചമ്മലോടെ നമ്മുടെ സാമി ഷെല്ലിയെ തിരക്കി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ദൂരം പോകുമ്പോൾ ഈ കപ്പലിന്റെ പുറം ഭാഗത്തായിട്ട് അവനൊരു ഹോള് കാണുന്നുണ്ട്. ആ ഹോള് വഴി നോക്കുമ്പോൾ അവിടെ ഷെല്ലി നിൽക്കുന്നു. പെട്ടെന്ന് ഒരു ആമ പൂവും കൊണ്ട് അവളുടെ അടുത്തോട്ട് വരികയാണ്. അവളെ ആരോ പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞ് സാമിക്ക് ഭയങ്കര വിഷമാവും. അവൻ നേരെ പുറത്തെത്തുവാണ്. ഇവന്റെ മുഖത്തെ വിഷമം കണ്ട് ഇവർ കാര്യം തിരക്കും. അന്നേരം അവൻ ഈ കാര്യങ്ങളെല്ലാം പറയും. എടാ അത് നമ്മുടെ റോബിനാണ്, അവന് സ്വന്തമായിട്ട് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്, അവൻ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യില്ല, അവൾ ഇപ്പോഴും ഫ്രീ ആടാ. പിന്നെ നിനക്ക് അവളെ പ്രപ്പോസ് ചെയ്യാൻ മടിയാണെങ്കിൽ നമുക്കൊരു പ്ലാൻ വെച്ചാലോ, ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സ്രാവുണ്ട്, ആ സ്രാവ് അവളെ പിടിക്കാൻ വരുന്ന പോലെ ശ്രമിക്കട്ടെ, നീ ഹീറോയെ പോലെ അവളുടെ അടുത്ത് പോയി അവളെ രക്ഷപ്പെടുത്ത്. ആ പ്ലാനിന് നമ്മുടെ സാമിയും ഓക്കെ പറയും. അങ്ങനെ ആ സ്രാവിന്റെ അടുത്ത് റേ പോയി കാര്യങ്ങളെല്ലാം പറയും. സ്രാവ് ഇവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ സ്രാവ് വന്ന് ഇപ്പോ നമ്മുടെ ഷെല്ലിയെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഹീറോയെ പോലെ നമ്മുടെ സാമി പോയിട്ട് അവളെ രക്ഷപ്പെടുത്തും. പിന്നീട് ആ സ്രാവിന്റെ കൂടെ ഇവനെ കാണുമ്പോൾ അവൾ ഇച്ചിരി ഒന്ന് പേടിച്ച് മാറിയിരിക്കും. അന്നേരം നമ്മുടെ സാമി പറയും, നീ പേടിക്കണ്ട, അവൻ നമ്മുടെ ഫ്രണ്ടാണ്, ഇത് എന്റെ ഒരു പ്ലാൻ ആയിരുന്നു എന്ന്. എടാ നീ എന്റെ അടുത്ത് ഇഷ്ടം പറയാണ്, എന്തിനാടാ ഇങ്ങനത്തെ പ്ലാനൊക്കെ കൊണ്ടുവന്നേന്ന് അവള് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നെന്ന് അവനും പറയാണ്. പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലോ, ഞാൻ നിന്നെ കണ്ട പ്രപ്പോസ് ചെയ്യാൻ അങ്ങോട്ട് ഇരിക്കുമായിരുന്നു എന്നെല്ലാം നമ്മുടെ ഷെല്ലി അങ്ങോട്ട് പറയുമ്പോൾ സാമിക്ക് ഭയങ്കര സന്തോഷം വരും. അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മുടെ നായകനും നായികയും കൂടെ ഒന്നിക്കുകയാണ്. ശരിക്കും സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു അടിപൊളിയായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അത് ശരിക്കും കണ്ടു തന്നെ അറിയാം, നല്ല സൂപ്പറാണ്. അങ്ങനെ നമ്മുടെ സാമിയും ഷെല്ലിയും കൂടെ ഒന്നിച്ച് അവരുടെ ലോകയാത്രയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. റേയോടും ഭാര്യയോടും യാത്രയെല്ലാം പറഞ്ഞിട്ട്. പിന്നീട് കുറെ കാലത്തിന് ശേഷം ഇന്ന് നമ്മുടെ സാമി മുത്തശ്ശനും റേ മുത്തശ്ശനും കൂടെ കണ്ടുമുട്ടിയത് സാമിയുടെ കൊച്ചുമക്കളെ കാണാൻ വേണ്ടി റേ വന്നപ്പോഴാണ്. അപ്പോതേ ഒരു ഇത്തിരി കുഞ്ഞൻ കൂട്ടിനകപ്പെട്ട് കിടക്കുന്നു.
അന്നേരം മുത്തശ്ശൻ പോയി ആ കുഞ്ഞനാമയെ പുറത്തെത്തിച്ചു. മോനെ, നിന്റെ ലോകം വലുതാണ്, നീ ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവനെ അവന്റെ ലോകത്തേക്ക് തുറന്നു വിടാണ്. ഇത്തരത്തിലെ ഒരു മനോഹരമായ സീനോട് കൂടിയിട്ടാണ് എ ടേർട്ടിൽസ് ടെയിൽസ് സാമീസ് അഡ്വഞ്ചർ എന്ന മനോഹരമായ ഈ ഒരു മൂവി അവസാനിക്കുന്നത്. കൂട്ടുകാരെ, കണ്ടിരിക്കാൻ കണ്ണിന് നല്ല കാഴ്ചയുള്ള ഒരു അടിപൊളി സിനിമയാണിത്. പക്ഷേ ഇതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗുണപാഠമുണ്ട്. മനുഷ്യന്മാര് ചെയ്യുന്ന പല പ്രവർത്തികളും പല മൃഗങ്ങളെയും നമ്മൾ പോലും അറിയാതെ ഉപദ്രവിക്കുന്നുണ്ട്. അവർക്കും ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? കൂട്ടുകാര് വളർന്നു വലുതാവുമ്പോൾ എങ്ങനെയായിരിക്കും? ഇത്തരത്തിലുള്ള പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് മറ്റുള്ള സഹജീവികളെയും സ്നേഹിച്ച് ജീവിക്കുന്നവരായിരിക്കോ, അതോ ഇതുപോലെ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കോ? കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് പറയാട്ടോ. നമ്മൾ മനുഷ്യര് എങ്ങനെയായിരിക്കണം എന്നാണ് കൂട്ടുകാർ ചിന്തിക്കുന്നത് എന്ന് കൂടി കമന്റ്സ് ആയിട്ട് പറയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി മൂവി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റാ, ബൈ.